റേസിങ്ങിനെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതൊരു പ്രൊഫഷൻ ആകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു പ്രൊഫഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ റേസിംഗ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുള്ളത്. ഇത് ബാറ്റിൽ ഫീൽഡ്. ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റേസിംഗ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ബിസിനസ് ആണ്. അത് മോട്ടോർ സൈക്കിൾ റേസിംഗ് ആണെങ്കിലും കാർ റേസിംഗ് ആണെങ്കിലും ഏത് തരത്തിലുള്ള റേസിംഗ് ആണെങ്കിലും അത് പ്യുവർ ബിസിനസ് ആണ്. അപ്പോൾ പ്യുവർ ബിസിനസ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതൊരു കരിയർ ആക്കാനായിട്ട് സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു കോഴ്സാണ് ചേരാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കോഴ്സ് ചേരാൻ പോവുകയാണ്. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ ചേരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാനായിട്ട് ആ ഒരു കോളേജ് പറയുന്ന ഒരു എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു എമൗണ്ട് മാത്രമായിരിക്കില്ല, പിന്നെ സെമസ്റ്റർ ഫീ, പിന്നെ അവർ പറയുന്ന എക്സാമിന്റെ ഫീ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച ആ ഒരു കോഴ്സിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടുമോ എന്നുള്ളത് അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം കഴിവ് ആ ഒരു സബ്ജക്റ്റിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കഴിവ് ആ ഒരു കോഴ്സ് പഠിച്ചത് നിങ്ങൾക്കുണ്ട്, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കരിയർ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു കരിയറിലേക്ക് പോവുക. ഇപ്പോൾ കോളേജിൽ തന്നെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. വലിയ കമ്പനികളിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു കോഴ്സ് പഠിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ വഴി കയറി പോകുക എന്നുള്ളതാണ്. ക്യാമ്പസ് ഇന്റർവ്യൂ മാത്രമല്ല, അല്ലാതെയും നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റേസിംഗ് എന്ന് പറഞ്ഞ കാര്യം. നിങ്ങൾ ഒരു റേസിംഗ് അക്കാദമി പോയിട്ട് ജോയിൻ ചെയ്യുന്നു. അവിടെ റേസിങ്ങിനെ കുറിച്ച്, അതുപോലെ തന്നെ ഓടിക്കാനായിട്ടും എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ഫീൽഡിൽ നിങ്ങൾ വിചാരിച്ച പോലെ എത്താനായിട്ട് സാധിച്ചാൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഓരോ ടീമിലേക്ക് ഫ്രീ ആയിട്ട് സ്പോൺസർഷിപ്പ് രീതിയിൽ നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് ഒരു കോഴ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് റേസിങ്ങിന് പോയിട്ട് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളൊരു കരിയർ ബിൽഡ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ മോട്ടോർ സൈക്കിൾ റേസിംഗ് അല്ലെങ്കിൽ ഏത് ടൈപ്പുള്ള റേസിംഗ് എന്ന് പറയുന്നത് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് നിർബന്ധമില്ല നമുക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വലിയൊരു ജോലി കിട്ടുന്നു. അതുപോലെ തന്നെയാണ് റേസിംഗ് എന്ന് പറയുന്നത്. എല്ലാം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നിങ്ങൾ എത്രത്തോളം പെർഫോമൻസ് ചെയ്യുന്നു, അത് പഠിക്കുന്നതിനാണെങ്കിലും റേസിംഗിലാണെങ്കിലും നിങ്ങൾ എത്ര പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ലഭിക്കുക. അപ്പോൾ മോട്ടോർ സൈക്കിൾ റേസിംഗ് അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള റേസിംഗ് ഒരു കരിയർ ആക്കാനായിട്ട് സാധിക്കും. ഈ ഒരു എക്സാമ്പിൾ വഴിയാണ് എനിക്കൊരു റേസിംഗ് എന്ന് പറയുന്നത് ഒരു കരിയർ ആക്കാനായിട്ട് സാധിക്കുമോ എന്ന് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഒരുവിധം എല്ലാവർക്കും തീർന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എല്ലാവരുടെയും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ എല്ലാവരും നമ്മളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന റേസിംഗ് എന്ന് പറയുന്നത് മോട്ടോ ജി പി ആണ്. അപ്പോൾ മോട്ടോ ജി പിയിലേക്ക് എങ്ങനെ എത്താം, അതാണ് പിന്നെ എല്ലാവരുടെയും ഡൗട്ട്. മോട്ടോ ജി പി എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ നമ്പർ 1 റേസ് ആണ്. പക്ഷെ മോട്ടോ ജി പി മാത്രമല്ല വേൾഡിലെ നമ്പർ 1 റേസസ് ഉള്ളത്. ഓക്കെ, പോപ്പുലർ ആയിട്ടുള്ള റേസ് ആണ് മോട്ടോ ജി പി. അതല്ലാതെയും റേസുകളുണ്ട്. ഇന്ത്യയിൽ നിന്നും എങ്ങനെ നമുക്ക് റേസിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബിഗിനറിനെ എങ്ങനെ റേസിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അതിനുശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരികയാണ് ബെറ്റർ. ഇന്ത്യയിൽ നമുക്ക് റേസിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് എവിടെ തുടങ്ങാം, ഏത് റേസ് ആദ്യം ഓടിച്ചു തുടങ്ങാം. ഏറ്റവും ആദ്യം റേസ് ഓടിച്ചു തുടങ്ങുക എന്നുള്ളത് ടാലന്റ് കപ്പുകൾ തന്നെയാണ്. ടാലന്റ് കപ്പുകളാണ് ഏറ്റവും പെട്ടെന്ന് ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് ഓടിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യം. പല ടൈപ്പിലുള്ള ടാലന്റ് കപ്സുകൾ പല കമ്പനീസും നടത്തുന്നുണ്ട്. നാഷണൽ റേസിംഗിന്റെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ ജെ.കെ. ടയേഴ്സും, അതുപോലെ തന്നെ ഫോർമുല ജൂനിയർ റേസിംഗ് സീരീസും, അതെല്ലാം ടാലന്റ് കപ്പ് എന്നുള്ള രീതിയിൽ ഒരു ബിഗിനേഴ്സിനായിട്ടുള്ള വലിയൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടാലന്റ് കപ്പാണ് ഏറ്റവും ആദ്യം ഒരു ബിഗിനർ ആയിട്ടുള്ള റേസ് ഓടിച്ചു തുടങ്ങേണ്ടത്. അതിൽ ഹോണ്ടയും ടി.വി.എസും സുസുക്കിയും ഒക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ടാലന്റ് കപ്പിൽ. അപ്പോൾ ടാലന്റ് കപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഒരു ബിഗിനറിനെ അപേക്ഷിച്ച് ഒരു ടാലന്റ് കപ്പ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ടാലന്റ് കപ്പ് ഓടിച്ച ഒരു റൈഡർക്ക് പിന്നെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ മോട്ടോർ സൈക്കിൾ റേസിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ്. അതിൽ പല കാറ്റഗറി ഉണ്ട്. 165cc, പ്രോ സ്റ്റോക്ക്, അതുപോലെ തന്നെ 300 to 400, 250cc, അങ്ങനെ പല കാറ്റഗറിയിലുള്ള റേസ് അതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്തൊരു അപ്ഡേഷൻ. ടാലന്റ് കപ്പ് ഓടിച്ച പിന്നെ ഇന്ത്യൻ നാഷണൽ മോട്ടോർ സൈക്കിൾ റേസിംഗ് ചാമ്പ്യൻഷിപ്പ്. ടാലന്റ് കപ്പും INMRCയുടെ ഒപ്പം തന്നെയാണ് നടക്കുന്നത്. അതിനുശേഷം പിന്നീട് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ടാലന്റ് കപ്പിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലും ടാലന്റ് കപ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ വിട്ട് ഉള്ള റേസിംഗ് ആണ്. പിന്നെ അതുവരെ ഇന്ത്യയിലായിരുന്നു റേസ്. ടാലന്റ് കപ്പും ഇന്ത്യൻ നാഷണൽ മോട്ടോർ സൈക്കിൾ റേസിംഗ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന റേസ് ആണ്. അതിനുശേഷം നമുക്ക് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടാലന്റ് കപ്സ് ആണ്.
അതും പല ടൈപ്പിലുള്ള റേസ് ഇന്റർനാഷണൽ ടാലന്റ് കപ്സിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഈ ഒരു സ്റ്റെപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്റർനാഷണൽ ടാലന്റ് റേസസിന് ശേഷം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് പ്രൊഡക്ഷൻ റേസസ് ആണ്. അതിന് ഏറ്റവും ആദ്യത്തെ മലേഷ്യൻ സൂപ്പർ ബൈക്ക് സീരീസ് ആണ്. അപ്പോൾ മലേഷ്യൻ സൂപ്പർ ബൈക്ക് റേസിംഗിന് ശേഷം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ARRC ആണ്, ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ്. അതും ഒരു പ്രൊഡക്ഷൻ റേസസ് ആണ്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒരു നാലോളം റേസേഴ്സ് ഇന്ത്യയിൽ നിന്ന് ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള പ്രൊഡക്ഷൻ റേസസ് യൂറോപ്യൻ ബേസ്ഡും അമേരിക്കൻ ബേസ്ഡും ആയിട്ടുള്ള റേസസ് ഉണ്ട്. നമുക്ക് ആ ഒരു റേസും ഓടിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ റേസ് ഓടിക്കാം? നമ്മുടെ സ്വന്തം കീശയിൽ നിന്ന് കാശ് എടുത്ത് ഓടിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്പോൺസർഷിപ്പ് ലഭിച്ചാൽ ഓടിക്കാം. സ്പോൺസർഷിപ്പ് ലഭിക്കുക എന്നുള്ളത് കുറച്ച് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോട്ടോ ജി പിയിലേക്ക് ഒരു റൈഡർ എത്തുന്നതിന് മുൻപ് കുറെ കാശ് ആ ഒരു മോട്ടോ ജി പി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് മോട്ടോ 3, മോട്ടോ 2 എന്ന് പറയുന്ന റേസ് കഴിഞ്ഞിട്ടാണ് ഒരുവിധം എല്ലാ റേസേഴ്സും മോട്ടോ ജി പിയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു മോട്ടോ 3യും മോട്ടോ 2യും ഓടിക്കാനായിട്ട് 90% റേസേഴ്സ് അവരുടെ സ്വന്തം കീശയിൽ നിന്ന് കാശ് ചെലവാക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മോട്ടോ ജി പി ആണ് പിന്നെ സ്പോൺസർഷിപ്പ് ആയിട്ട് അവർ ഓടിക്കുന്നത്. അലക്സ് റിൻസ്, അലക്സ് എസ്പെരാഗോ, അവരൊക്കെ മോട്ടോ 2ലും മോട്ടോ 3ലും സ്വന്തം കാശ് ചെലവാക്കിയിട്ടാണ് മോട്ടോ ജി പി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് റേസിംഗ്. ആ ഒരു ഇൻവെസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റേസിംഗിന്റെ കാര്യം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചു, ആ ഒരു പഠിച്ച കാശ് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ഉറപ്പില്ല. അതേപോലെ ആയിട്ടാണ് ഈ ഒരു ഫീൽഡിനെ നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഇറക്കിയ ഒരു എമൗണ്ട് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ ഉറപ്പ് പറയില്ല. അത് നിങ്ങളുടെ ടാലന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നിങ്ങൾക്ക് എത്രത്തോളം ടാലന്റ് ഉണ്ടോ, എത്രത്തോളം ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ, എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് റേസിംഗ്. റേസിംഗ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു പ്യുവർ ബിസിനസ് ആണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ്. വേൾഡ് ചാമ്പ്യൻഷിപ്പിലും പ്രോട്ടോടൈപ്പും പ്രൊഡക്ഷൻ ബൈക്കും ഉണ്ട്. പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് മോട്ടോ ജി പി ആണ്. മോട്ടോ ജി പി എന്ന് പറയുന്ന റേസ് ആ ഒരു റേസിംഗിന് വേണ്ടിയിട്ട് പ്രോട്ടോടൈപ്പ് ആയിട്ട് നിർമ്മിക്കുന്ന ബൈക്കുകളാണ് പ്രോട്ടോടൈപ്പ് ബൈക്സും അതുപോലെ തന്നെ പ്രോട്ടോടൈപ്പ് റേസിംഗ് എന്ന് പറയുന്നത്. മോട്ടോ ജി പി ബൈക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 2.55 കോടിക്ക് KTMന്റെ RC16 എന്ന് പറയുന്ന ബൈക്ക് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള ബൈക്കാണ്. പ്രൊഡക്ഷനായിട്ട് വരുന്നത് അതിനൊരു സിംബലിംഗ് മാത്രമായിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ബൈക്കും പ്രോട്ടോടൈപ്പ് റേസിംഗ്. പ്രൊഡക്ഷൻ ബൈക്ക് എന്ന് പറയുന്നത് വേൾഡ് WSBK എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റേസ് ആണ്. ആ ഒരു പ്രൊഡക്ഷൻ റേസിന് യൂസ് ചെയ്യുന്നത് ഡുക്കാറ്റിയുടെ പാനിഗാലി V4R-ഉം അതുപോലെ തന്നെ കവാസാക്കിയുടെ ZX10R, യമഹയുടെ R1 അങ്ങനെയുള്ള മോട്ടോർ ആണ് പ്രൊഡക്ഷൻ റേസിന് യൂസ് ചെയ്യുന്നത്. പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് റേസിംഗിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ഒരു ബൈക്കുകളാണ്. യമഹയുടെ M1, KTMന്റെ RC16, ഹോണ്ടയുടെ RC213V അങ്ങനെയുള്ള മോഡൽസ് എല്ലാം പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള മോട്ടോർ റേസിംഗിന് യൂസ് ചെയ്യുന്ന മോഡൽസ് ആണ്. അപ്പോൾ അതാണ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോട്ടോടൈപ്പ് റേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ് ഏറ്റവും ആദ്യത്തെ ഒരു പ്രോട്ടോടൈപ്പ് റേസിംഗ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് മോട്ടോ 3, മോട്ടോ 2, മോട്ടോ ജി പി. ഇതെല്ലാം പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള റേസിംഗുകളാണ്. അപ്പോൾ പ്രൊഡക്ഷൻ റേസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ റേസ് എന്ന് പറയുന്നത് ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ്. ആ ഒരു റേസിംഗിന് യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു മോട്ടോർ ആണ്. നമുക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ TVS അപ്പാച്ചി RR 310 ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രൊഡക്ഷൻ ബൈക്കാണ്. ഇന്ത്യയിൽ ഇറങ്ങിയ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഇറങ്ങിയ പ്രൊഡക്ഷൻ ബൈക്കാണ്. ഏകദേശം 60 കൺട്രീസിലാണ് TVS അവരുടെ മോട്ടോർ സൈക്കിൾ സെയിൽ ചെയ്യുന്നത്. ആ ഒരു ബൈക്കാണ് RR 310 എന്ന് പറയുന്ന ബൈക്ക്. ആ ഒരു ബൈക്ക് യൂസ് ചെയ്യുന്ന റേസ് ആണ്. ആ ഒരു ബൈക്ക് ഈ ഒരു റേസിംഗിന് ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന റേസിംഗിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രൊഡക്ഷൻ ബൈക്കാണ്, ഒരു പ്രൊഡക്ഷൻ റേസ് ആണ്. ഇനി അടുത്ത പ്രൊഡക്ഷൻ റേസ് എന്ന് പറയുന്നത് വേൾഡ് WSBK എന്ന് പറയുന്ന റേസ് ആണ്. ആ ഒരു റേസിന് SS300, SS600 പിന്നെ വേൾഡ് SBK എന്ന് പറയുന്ന 1 ലിറ്റർ ക്ലാസ് 1000cc ക്ലാസ്. ആ ഒരു റേസ് ഈ ഒരു ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. MotoGP ഓൾറെഡി 2 റൗണ്ട് കഴിഞ്ഞു. ഈ ഒരു ആഴ്ച എന്ന് പറയുമ്പോൾ നാളെയാണ് വേൾഡ് WSBKയുടെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ റേസ്. പ്രൊഡക്ഷൻ റേസ് എന്ന് പറയുന്നത് വേൾഡ് WSBK അതുപോലെ തന്നെ ഏഷ്യ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ്. അല്ലാതെയും കുറെ റേസ് പ്രൊഡക്ഷൻ ടൈപ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോട്ടോടൈപ്പ് പ്രൊഡക്ഷൻ റേസിംഗ് എന്ന് പറയുന്നത്. ഇതല്ലാതെ കുറെ റേസസ് വേൾഡിലുണ്ട്. നമ്മൾ MotoGP മാത്രമായി സ്വപ്നം കാണേണ്ട ആവശ്യമില്ല. അല്ലാതെയും റേസസ് വേൾഡിലുണ്ട്. അതിൽ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പ്, അതുപോലെ തന്നെ ഐൽ ഓഫ് മാൻ TT. ഐൽ ഓഫ് മാൻ TT എന്ന് പറയുന്നത് ഒരു റോഡ് റേസിംഗ് സർക്യൂട്ട് ആണ്, റോഡ് റേസിംഗ് ആണ്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. ഐൽ ഓഫ് മാൻ TT ഇന്ത്യയിൽ നിന്ന് ഓടിച്ചത് ആപ്റ്റി ബാപ്തീന എന്ന് പറഞ്ഞ ഒരു സാറാണ്. ബൈക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാഗസിന്റെ എഡിറ്റർ ആണ്. 2017 ആ ഒരു സാറിനെ കാണാനും സംസാരിക്കാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി.
അപ്പോൾ ആപ്റ്റി ബാപ്തീന എന്ന് പറഞ്ഞ ഒരു സാറ് മാത്രമാണ് ഇന്ത്യയിൽ നിന്നും ഐൽ ഓഫ് മാൻ TT എന്ന് പറയുന്ന റേസ് ഓടിച്ചിട്ടുള്ളത്. വളരെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെ പറയാം, അത്ഭുതം തന്നെ പറയാം. കാരണം ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഐൽ ഓഫ് മാൻ TT എന്ന് പറയുന്ന റേസ് ഓടിച്ചിട്ടുള്ള കാര്യം. പക്ഷേ ആപ്റ്റി ബാപ്തീന എന്ന് പറഞ്ഞ സാറ് ഐൽ ഓഫ് മാൻ TT ഇന്ത്യയിൽ നിന്നും ഓടിച്ച ഒരാളാണ്. ഒരേ ഒരാൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഓടിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു അറിവിൽ ഒരാൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഓടിച്ചിട്ടുള്ളത്. വേറെ ആരും ഞാൻ കുറെ അന്വേഷിച്ചു, വേറെ ആരും ഓടിച്ചതായിട്ട് എനിക്കറിയില്ല. ഈ ഒരു സാറ് മാത്രമാണ് ഇന്ത്യയിൽ നിന്നും ഐൽ ഓഫ് മാൻ TT എന്ന് പറയുന്ന ആ ഒരു റോഡ് റേസിംഗ് സർക്യൂട്ട്, റോഡ് റേസിംഗ് ആണ്, റോഡ് റേസിംഗ് ഓടിച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ടുള്ള റോഡ് റേസിംഗ്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റേസ് ആണ്. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഗോപ്രോ ഷോട്ട് വെച്ചിട്ടുള്ള ആ ഒരു റേസിംഗിന് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര ഡേഞ്ചർ ആണ്. ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള റൈഡേഴ്സ് മാത്രമാണ് ആ റേസ് ഓടിക്കുക. അടുത്ത റേസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് SBK എന്ന് പറഞ്ഞ റേസ് ആണ്, ബ്രിട്ടീഷ് ചാമ്പ്യൻഷിപ്പ്. റെഡിംഗ് പവർ എന്ന് പറയുന്ന ആ റേസറൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ ചാമ്പ്യൻ എന്ന് പറയുന്നത് റെഡിംഗ് പവർ ആണ്. സ്കോട്ട് റെഡിംഗ് ആണ് ആ ഒരു BSB എന്ന് പറയുന്ന ആ റേസിന്റെ ചാമ്പ്യൻ. ഇക്കൊല്ലം സ്കോട്ട് റെഡിംഗ് വേൾഡ് WSBK ആണ് ഓടിക്കുന്നത്. ആൾ ആദ്യം MotoGP ഓടിച്ചിരുന്നു, MotoGPയിൽ നിന്നും BSBയിലേക്ക് പോയി, അവിടെ ചാമ്പ്യൻഷിപ്പ് എടുത്തു. എന്നിട്ട് ഇപ്പോൾ വേൾഡ് WSBK ആണ് ഓടിക്കുന്നത്. അപ്പോൾ വേൾഡ് WSBK, അപ്പോൾ കുറെ റേസസ് MotoGP അല്ലാണ്ട് റേസസ് നല്ല പ്ലാറ്റ്ഫോമുകളുണ്ട്. അതും കൂടി സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇതിലേക്കുള്ള ആ ഒരു വഴിയൊക്കെ ഇനി എന്തായാലും ഓട്ടോമാറ്റിക് കുറച്ചും കൂടി സിമ്പിൾ ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലെ അല്ല ഇപ്പോൾ റേസിങ്ങിന്റെ കാര്യങ്ങൾ. കുറച്ചും കൂടിയും ആളുകൾ ഈ റേസിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ പറയുന്ന ഈ ഒരു കരിയർ ആക്കാനായിട്ട് കുറച്ചും കൂടിയും സിമ്പിൾ ആവും. അപ്പോൾ ഇതൊക്കെയാണ് MotoGP അതുപോലെ തന്നെ വേൾഡിലെ പല ടൈപ്പ് ഓഫ് റേസിംഗ് എന്ന് പറയുന്നത്. ഇതിനെ കുറച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ചാവ്.